ഹായ് ഡിയർ ഫ്രണ്ട്സ്, സിഗ്നേച്ചർ ഡിഷസ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെന്നൈ എഗ്മോർ മ്യൂസിയത്തിൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് പോയി കാണണേ. ഈ വീഡിയോയിൽ പ്രധാനമായും ആർക്കിയോളജി ഗാലറിയെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പുരാവസ്തു ഗവേഷണം. ദക്ഷിണേന്ത്യയുടെ ചരിത്ര കാലഘട്ടത്തിലെ പുരാവസ്തുക്കളുടെ ഏറ്റെടുക്കൽ, സംരക്ഷണം, പ്രദർശനം എന്നിവയാണ് മ്യൂസിയത്തിൻ്റെ പുരാവസ്തു വിഭാഗം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ ഈ ഭാഗത്തെ ജനങ്ങളുടെ മുൻകാല ചരിത്രത്തെയും സാമൂഹിക ജീവിതത്തെയും സ്വാധീനിക്കുന്ന ശില്പങ്ങൾ, വാസ്തുവിദ്യാ ശകലങ്ങൾ, ലോഹം, ശിലാലിഖിതങ്ങൾ എന്നിവയാണ് പുരാവസ്തുക്കൾ. ദക്ഷിണേന്ത്യ വളരെ ആദ്യകാലം മുതൽ പ്രശസ്തമായിരുന്ന മരം കൊത്തുപണി, ആനക്കൊമ്പ് പണി, ലോഹവസ്തുക്കൾ, കൊത്തുപണികൾ, എംബോസ് ചെയ്ത കൃതികൾ തുടങ്ങിയ വ്യാവസായിക കലകളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളുടെ ഒരു പ്രധാന ശേഖരവും ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നു. ഈ വിഭാഗത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വസ്തുക്കൾ ലോഹരൂപങ്ങളാണ്. മ്യൂസിയത്തിൽ 1500-ലധികം വസ്തുക്കളുണ്ട്. അതിൽ 85 എണ്ണം ബുദ്ധമതക്കാരും ഏകദേശം 2 ഡസനോളം ജൈനരും ബാക്കിയുള്ളവ ഹിന്ദുമതക്കാരുമാണ്. ലോകത്തിലെ ഒരേയൊരു സ്ഥാപനമാണിത്. ഇവിടെ ഇത്രയും വലിയ ലോഹരൂപങ്ങളുടെ ശേഖരം ഒരൊറ്റ മേൽക്കൂരയിൽ ഒത്തുചേരുന്നു. ക്രിസ്ത്യൻ കാലഘട്ടത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ സമീപകാലം വരെയുള്ള വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മാതൃകകൾ വെങ്കല രൂപങ്ങളുടെ ശേഖരത്തിൽ അടങ്ങിയിരിക്കുന്നു. വെങ്കല രൂപങ്ങളുടെ ശേഖരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹിന്ദു ദേവന്മാരെയും ദേവതകളെയും ഭക്തരെയും പ്രതിനിധീകരിക്കുന്നവയാണ്. വെങ്കല ഗാലറിയിൽ പ്രധാനമായും 2 നിലകളാണ് ഉള്ളത്. ഇതിലെ 1-ാം നിലയിൽ ജൈന ബുദ്ധ വെങ്കല പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തെലുങ്കു രാജ്യത്തിൻ്റെ കലയെ പ്രതിനിധീകരിക്കുന്ന വേണുഗോപാല, രുക്മിണി, സത്യഭാമ എന്നിവരുടെ രൂപങ്ങൾക്ക് അവയെക്കുറിച്ച് ശ്രദ്ധേയമായ കൃപയുണ്ട്. ആയുധ പുരുഷന്മാരായ സുദർശനനെയും കൗമോദികയെയും പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ ലോഹത്തിൽ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. വാമനമുനി ശേഖരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 1500 വെങ്കലങ്ങളാണ്. ഫ്ലോട്ട് ഗ്ലാസ്, ഡൈക്രോയിക് ലൈറ്റിംഗ്, യേൽ ലോക്കുകൾ, ജർമ്മൻ ഡോർമ ഡോർ ഹിഞ്ചുകൾ,
തായ്വാനീസ് എക്സോസ്റ്റ് ഫാനുകൾ, വെങ്കല ഗാലറിയിലെ ഈർപ്പം ആഗിരണം ചെയ്യുന്നതിനുള്ള സിലിക്ക ജെൽ കമ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ 4 പുതിയ ഹൈടെക് ഷോക്കേസുകളാണ് ഇപ്പോൾ പുതിയതായി നിർമ്മിച്ചിരിക്കുന്നത്. തിരുനെൽവേലിയിൽ നിന്നുള്ള അഗ്നിയുടെയും വായുവിൻ്റെയും രൂപങ്ങളും വിജയനഗര കാലഘട്ടത്തിലെ ഭിക്ഷാടനത്തിൻ്റെ രൂപവും മുൻകാലങ്ങളിലെ രൂപങ്ങളുടെ ചില സൗന്ദര്യ സ്വഭാവ സവിശേഷതകൾ നിലനിർത്തുന്നു. തെലുങ്ക്, കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ശില്പങ്ങളിൽ ചാലൂക്യർ, നൊളമ്പർ, ഹൊയ്സാലർ തുടങ്ങിയ രാജവംശങ്ങൾ സംരക്ഷിച്ച കലയുടെ മാതൃകകൾ ഉൾപ്പെടുന്നു. വിജയനഗര കാലഘട്ടത്തിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലെ ശില്പങ്ങളും ഇവിടെയുണ്ട്. പല്ലവ വെങ്കലങ്ങളിൽ ചെറിയ സോമസ്കന്ദ, വിശാഖപഹരണൻ, കണ്ണപ്പ നായനാർ, വിഷ്ണു എന്നിവരുടെ രൂപങ്ങൾ ഉൾപ്പെടുന്നു. ഈ ആദ്യകാല ശില്പങ്ങളിൽ കിഴക്കൻ ചാലൂക്യർ കാലഘട്ടത്തിലെ ഗണേശ, ദ്വാരപാലക രൂപങ്ങൾ, നോളമ്പ കാലഘട്ടത്തിലെ വിനാധര ദക്ഷിണാമൂർത്തി രൂപങ്ങൾ, ഹൊയ്സാല കാകതീയ കാലഘട്ടത്തിലെ സപ്തമാത്രിക രൂപങ്ങൾ എന്നിവയെല്ലാം ന്യൂ എക്സിബിഷൻ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവളങ്ങാട്, വേളാങ്കണ്ണി എന്നിവിടങ്ങളിൽ നിന്നുള്ള നടരാജൻ്റെ രൂപങ്ങൾ, കാങ്കോടുത്തവനീതം മുതലായവ, വടക്കുപ്പനയൂരിൽ നിന്നുള്ള രാമസംഘം, ശ്രീനിവാസനായി വിഷ്ണു, തിരുമങ്കൈ ആൾവാർ, ലിഖിത കാളി, തിരുവെങ്കാട്ടിൽ നിന്നുള്ള ലോകപ്രശസ്തമായ അർദ്ധനാരീശ്വരൻ, പാർവതി എന്നിവ ചോളരുടെ മികച്ച മാതൃകകളാണ്. കോമളൻ്റെ ഗുണങ്ങൾ ഉൾച്ചേർത്ത 2 കൈകളുള്ള വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന രൂപം പിൽക്കാല കാലഘട്ടങ്ങളിലെ ബാലസുബ്രഹ്മണ്യനും നൃത്തം ചെയ്യുന്ന ബാലകൃഷ്ണനും പരമ്പരാഗത ശൈലിയിലായതിനാൽ അവ രസകരമാണ്. ഗുണ്ടൂർ ജില്ലയിലെ അമരാവതിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത 4 ശിഥില ബുദ്ധപ്രതിമകൾ ഏറ്റവും പഴക്കമുള്ളതും AD 3-ാം നൂറ്റാണ്ടിലേതുമാണ്. ഈ രൂപങ്ങളുടെ ശൈലിയും സവിശേഷതകളും അവ നിർമ്മിച്ച ആളുടെ കലയുമായി ഗണ്യമായ പരിചയം അനുമാനിക്കുന്നു. മറ്റ് ബുദ്ധമത ലോഹപ്രതിമകൾ നാഗപട്ടണത്തിൽ നിന്നാണ് വരുന്നത്. അവ കാലപ്പഴക്കത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവയിൽ ഇരിക്കുന്ന ബുദ്ധനും മഹാരാജാവിൻ്റെ ലീലയുടെ മനോഹരമായ പോസിലുള്ള സിംഹനാഥയുടെ ചെറിയ രൂപവും പ്രധാനമാണ്. ആർക്കിയോളജി വിഭാഗത്തിലെ അടുത്ത ഏറ്റവും അറിയപ്പെടുന്ന ശേഖരം ശിലാശില്പങ്ങളാണ്. അവ 2 വിശാലമായ ഗ്രൂപ്പുകളായി തിരിക്കാം.
അതായത് ആദ്യകാല ബുദ്ധ, ജൈന, ഹിന്ദു ശില്പങ്ങൾ, മധ്യകാല, പിൽക്കാല കാലഘട്ടങ്ങളിലെ ശില്പങ്ങൾ. ആദ്യകാല ബുദ്ധശില്പങ്ങളുടെ തീയതി ഏകദേശം 200 BC മുതൽ 250 AD വരെയും ജൈന, ഹിന്ദു എന്നിവ AD 600 മുതൽ സമീപകാലം വരെയുള്ളതുമാണ്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ താഴ്വരയിലെ അമരാവതിയിലെ തകർന്ന സ്തൂപത്തിൽ നിന്ന് ലഭിച്ച വലിയൊരു കൂട്ടം ശില്പങ്ങളും ആദ്യകാല ബുദ്ധമത ശില്പങ്ങളുടെ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. AD 1801 അവിടെ ഒരു ഖനനം നടത്തി. പിന്നീട് ട്രൈഗണോമെട്രിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ കേണൽ കോളിൻ മക്കൻസിയാണ് ഈ കുന്നിനെക്കുറിച്ച് ആദ്യം കേട്ടത്. അദ്ദേഹം സ്ഥലം സന്ദർശിച്ചപ്പോൾ ആദ്യകാല ക്രിസ്ത്യൻ കാലഘട്ടത്തിലെ കലയുടെ മാതൃകകൾ അതിൽ നിന്ന് കണ്ടെത്തി. പിന്നീട് 1830 ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട്സണിൻ്റെ പേരിലുള്ള ഒരു ചതുരം മനോഹരമായി തന്നെ ഈ ശില്പങ്ങളുടെ സ്ലാബുകൾ മസൂലിപട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ശില്പങ്ങൾക്ക് പുറമെ ജഗ്ഗയ്യപേട്ടയിൽ നിന്നുള്ള ഏതാനും ശില്പങ്ങളും ഗോളിയിൽ നിന്നുള്ള ഒരു ജീർണിച്ച സ്തൂപത്തിൻ്റെ 315 ശില്പങ്ങളാണ് ഇവയിൽ അമരാവതിയിൽ നിന്നും ഗോളിയിൽ നിന്നും ലഭിച്ചത്. ശിലാലിഖിതങ്ങളിൽ ബ്രാഹ്മി, വട്ടേലുട്ട്, നാഗരി, തെലുങ്ക്, തമിഴ്, കന്നഡ ലിപികളിലുള്ള ലിഖിതങ്ങൾ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ മരക്കൊമ്പ് കൊത്തുപണികൾ, ആനക്കൊമ്പ് കൊത്തുപണികൾ, ലോഹവസ്തുക്കൾ കൊണ്ടുള്ള കൊത്തുപണികൾ, എംബോസ് ചെയ്ത കൃതികൾ എന്നിവയുടെ മാതൃകകളാണ് ഇവിടെയുള്ളത്. അവയുടെ ആകെ എണ്ണം ഏകദേശം 1450 ആണ്. മധ്യകാല ശില്പങ്ങളിൽ AD 600 മുതൽ സമീപകാലം വരെയുള്ള കാലഘട്ടത്തിലെ 700-ലധികം ശിലാശില്പ മാതൃകകൾ ഈ വിഭാഗത്തിലുണ്ട്. ഇതിൽ 50ഓളം ജൈനമതക്കാരുടെയും 25ഓളം സ്മാരകശിലകളും വീരശിലകളും 1 ഡസനോളം ബുദ്ധമത രൂപങ്ങളും 10ഓളം സർപ്പശിലകളും ബാക്കിയുള്ളവ ഹിന്ദു ദേവതകളുമാണ്. ഒരു കൂട്ടമെന്ന നിലയിൽ പാമ്പ് ശില്പങ്ങൾ പ്രത്യേകിച്ചും രസകരമാണ്. കാരണം പുരാതന ആചാരമായ പാമ്പുകളെ പരിഷ്കരിച്ച രൂപത്തിൽ ആളുകൾ ഇപ്പോഴും ആരാധിക്കുന്നത് തുടരുന്നു എന്ന വസ്തുത അവ വെളിപ്പെടുത്തുന്നു. പല്ലവ ശില്പങ്ങളിൽ കൊമ്പുള്ള ദ്വാരപാലകയുടെയും യോഗദക്ഷിണാമൂർത്തിയുടെയും രൂപവും വീരഭദ്രനെ പ്രതിനിധീകരിക്കുന്ന രൂപവും
മറ്റ് ഗാലറിയിൽ കാണിച്ചിരിക്കുന്ന 7 മാതൃദേവതകളിൽ 6 ശ്രദ്ധേയമാണ്. ചോള ശില്പങ്ങളിൽ ഷൺമുഖൻ്റെയും പാർവതിയുടെയും വികൃതമാക്കപ്പെട്ട രൂപവും വിഷ്ണുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിമാരുടെയും സംഘവും ഗജലക്ഷ്മിയുടെ രൂപവും ശ്രദ്ധേയമാണ്. വ്യാവസായിക കലകളുടെ മാതൃകകളെക്കുറിച്ചുള്ള പഠനം ദക്ഷിണേന്ത്യൻ കരകൗശല വിദഗ്ധർ ദൈനംദിന ജീവിതത്തിലോ ആചാരപരമായ അവസരങ്ങളിലോ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ വിവിധ കലാരൂപങ്ങൾ പ്രയോഗിക്കുന്നതിൽ എത്രത്തോളം വൈദഗ്ധ്യമുള്ളവരായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള പഠനവും വിലമതിപ്പും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗൈഡഡ് ടൂറുകൾ, വർക്ക്ഷോപ്പുകൾ, പൊതുപരിപാടികൾ എന്നിവയെല്ലാം ചെന്നൈ മ്യൂസിയത്തിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ചെന്നൈ മ്യൂസിയം ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഒരു ഡ്രീം പ്ലേസ് തന്നെയാണ്. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക അലങ്കാരങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് മ്യൂസിയത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും വൈവിധ്യമാർന്ന ശേഖരങ്ങളും ഇതിനെ ഒരു ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു. ചെന്നൈയുടെ ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗത്തിന് സംഭാവന നൽകുന്ന സംഗീത പ്രകടനങ്ങളും നാടക നിർമ്മാണങ്ങളും ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികൾക്കുള്ള വേദിയായി മ്യൂസിയം പ്രവർത്തിക്കുന്നു.
ഭൂതകാലത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം സമകാലിക ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുകയും പുതിയ പ്രേക്ഷകരുമായി ഇടപഴകുകയും ചെയ്തുകൊണ്ട് മ്യൂസിയം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ചെന്നൈ മ്യൂസിയത്തെക്കുറിച്ചുള്ള ഈ 3 പാർട്ട് വീഡിയോസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.